നമ്മുടെയൊക്കെ ഓഫീസിൽ പല ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവില്ലേ. ഈ സ്വഭാവമുള്ള ആൾക്കാരിൽ ഒരു 5 ടൈപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇവരെപ്പോഴും നിങ്ങൾക്ക് തലവേദന ആയിരിക്കും. എന്നാൽ ആ ടൈപ്പിനെ കുറിച്ച് പറയുക മാത്രമല്ല ചെയ്യുന്നത്, ആ തലവേദനയുള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൂടെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാം മാനേജ് ചെയ്യാനാണ് നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിനെ പൊട്ടിക്കാൻ അങ്ങനെ ആർക്കും കഴിയൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ബിസിനസ് ഡോണ്ട് ഫെയിൽ ബിക്കോസ് ഓഫ് പീപ്പിൾ, ദേ ഫെയിൽ ബിക്കോസ് ഓഫ് ബിഹേവിയേഴ്സ് ആർ അൺമാനേജ്ഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആളുകളല്ല പ്രശ്നം, ആളുകളുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യാൻ അറിയാത്തതാണ് പ്രശ്നം. ആളുകളല്ല പ്രശ്നം, ആളുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യുക. നിങ്ങളുടെ കമ്പനിയിൽ ഏത് ബിഹേവിയറുള്ള ആളുകൾ വന്നോട്ടെ, അതിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കും. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ആളുകൾ, അവരെങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. കൂടുതലിലേക്കൊന്നും പോകുന്നില്ല. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് സ്ലാക്കർ എന്ന് പറയുന്ന ടീമാണ്. ഇവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എപ്പോഴും ഡെഡ് ലൈൻ മിസ് ചെയ്യും, ഒരു കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യില്ല. അതേപോലെ ഡിലേ ഉണ്ടാവും, വർക്കുകൾ എപ്പോഴും ഡിലേ ആയിരിക്കും. ഓക്കെ, കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്ത സംബന്ധം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതേപോലെ ബാക്കിയുള്ള ആളുകളോട് ഇങ്ങനെ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള ആളുടെ മേളിലേക്ക് ഒരു പ്രശ്നങ്ങളിടും. ഇതിലെന്താ ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, എത്ര പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും അതിനൊരു പണിഷ്മെൻറ്റ് മുകളിലേക്ക് മാറും. ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ പെർഫോമൻസ് കൂടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാനേജേഴ്സിന് ഇവരെ ഫോളോ അപ്പ് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ഒരു സിസ്റ്റം ബേസ് ഇതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അയാളുടെ പ്രശ്നം മാത്രമല്ല, കമ്പനിയുടെ പ്രശ്നം കൂടെയാണ്. അതൊന്നാമത്തെ കാര്യം, ഇയാൾക്ക് എന്ത് ഔട്ട്പുട്ടാണ് കറക്റ്റ് കിട്ടുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യണം. 2, ഇവരുടെ വർക്ക് വിസിബിലിറ്റി കൊണ്ടുവരണം. എപ്പോഴും ഒരു കമ്പനി സിസ്റ്റത്തിലാക്കണമെങ്കിൽ വിസിബിലിറ്റി കൊണ്ടുവരണം. ആ വിസിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാസ്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഡെയിലി ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ടാസ്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ടാസ്ക്, ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്ത്, ഏത് സമയത്താണ് അവസാനിക്കുക, എത്ര സമയം വേണം, എന്താണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വിസിബിലിറ്റി ബാക്കിയുള്ള മാനേജർക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഡെഡ് ലൈനും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും. ഇപ്പോൾ ETC എന്ന് പറയും, എക്സ്പെക്റ്റഡ് ടൈം ഓഫ് കംപ്ലീഷൻ, എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക, എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുക എന്നുള്ളതും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഓട്ടോ എസ്കലേഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ വർക്ക് ഇൻവിസിബിൾ അക്കൗണ്ടബിലിറ്റി ഡിസപ്പിയർ എന്ന് പറയാറുണ്ട്. വർക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡാഷ്ബോർഡോ ഒരു സോഫ്റ്റ്വെയറോ CRM ഒന്നുമില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇതിനൊരു ടൂൾ സിസ്റ്റം പോലും നിങ്ങൾക്കില്ലെങ്കിൽ ഈ ടീമിനെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ വർക്കും മോണിറ്റർ ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പാറ്റേണുള്ള ആളുകൾ. രണ്ടാമത്തെ ടീമാണ് നെഗറ്റീവ് നാൻസി എന്നാണ് പറയുക. നിങ്ങൾക്ക് ആ പേര് തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നെഗറ്റീവ് നാൻസി എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിഹേവിയർ പാറ്റേൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നല്ല ആൾവർക്കൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ക്രിറ്റിസിസം മാത്രം പറയും, സൊല്യൂഷനൊന്നും പറയില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും മറ്റാളുകൾ ഒരു വാലി ഇമോഷണൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, ടീം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ബിസിനസ്സിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഡിസിഷൻ എടുക്കുന്ന ഒരു ഡിസിഷൻ തീരുമാനമാക്കാൻ സാധിക്കില്ല. ഇവരെ കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നോ സ്ട്രക്ചേർഡ് ഫീഡ്ബാക്ക് ചാനൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോ സ്ട്രക്ചേർഡ് ഫീഡ്ബാക്ക് ചാനൽ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വെക്കേണ്ട ഒരു കാര്യം സിസ്റ്റം ഫിക്സ് ചെയ്യുന്ന രീതി അവിടെ വെക്കണം. അപ്പോൾ എന്താ വെച്ചാൽ, ആര് കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ പ്രശ്നമല്ല, ആ വരുന്ന കംപ്ലയിൻറ്റിനുള്ള 2 സൊല്യൂഷനും കൂടെ വെച്ചിട്ട് വേണം ഒരു കംപ്ലയിൻറ്റ് സജസ്റ്റ് ചെയ്യാൻ പറയാം. അതേപോലെ തന്നെ ചുമ്മാ വായ കൊണ്ട് കംപ്ലയിൻറ്റ് പറയുന്ന സിസ്റ്റം മാറ്റിയിട്ട് അതിനൊരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് മെയിൽ ചെയ്യാനോ പറയാം. അതേപോലെ അതിൻ്റെ വീക്കിലി മീറ്റിംഗ് നടക്കുമ്പം ഈ കംപ്ലയിൻറ്റ് ഫീഡ്ബാക്ക് ലോഗ് എടുത്തിട്ട് എന്ത് ചെയ്യുക, കംപ്ലയിൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് ലോഗ് എടുക്കുക, അതിനൊന്ന് അനലൈസ് ചെയ്യുക. കംപ്ലയിൻറ്റ് വിത്തൗട്ട് സ്ട്രക്ചർ ആർ നോയ്സ്. ഓക്കെ, ഒരു സ്ട്രക്ചർ ഇല്ലാതെ കംപ്ലയിൻ്റ് ആണ് അവിടെ. ഇപ്പോൾ ഒരു ശബ്ദം മാത്രം നിങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനും പറയുന്നതിനും ഒരു കമ്പനിയിൽ ഫോർമാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടീമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ദ ലോൺ വോൾഫ് എന്ന് പറയുന്നത്. ബിഹേവിയർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ടീം ആൾ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ടീമായിട്ട് വർക്ക് ചെയ്യില്ല, ഒരു ഒറ്റയ്ക്കേ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ അയാൾക്ക് അറിയുന്ന കാര്യം ടീമിനോടൊന്നും ഷെയർ ചെയ്യില്ല, ആരുമായിട്ട് കൊളാബറേറ്റ് ആവില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തുണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം ആളുകൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അവനോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തതെന്നൊക്കെ പറയും, അവൻ പറഞ്ഞു കൊടുക്കില്ല. എപ്പോഴും എന്ന് പറയുന്നത് നോളജ്, അവൻ്റെ അടുത്തുള്ള നോളജ് മറ്റുള്ള ആൾക്ക് കിട്ടില്ല, അയാൾ ലീഡർ ആവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ റൂട്ട് കോഴ്സ് നമ്മൾ ഇൻഡക്ഷൻ പ്രോഗ്രാം നടക്കുമ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഓൺ ബോർഡ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ അവിടെ ഡോക്യുമെൻറ്റേഷൻ കൾച്ചർ ഇല്ലാത്തതാണ്. അവർ ഡോക്യുമെൻറ്റേഷൻ കൾച്ചർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തിക്കൊരു ഫിയർ ഓഫ് ലോസ്, ഇമ്പോർട്ടൻസിൻ്റെ ഒരു ഫിയർ ഓഫ് ലോസ് ഉണ്ടാവും. ഞാനിതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ജോലി പോവുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ഫിയർ ഓഫ് ലോസ് ഒക്കെ അങ്ങനെ കാണും. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് SOP മാൻഡറ്ററി ആക്കി വെക്കുക. ഏതൊരു കാര്യമാണെങ്കിൽ സിസ്റ്റം ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ SOP മാൻഡറ്ററി ആക്കുക. അതേപോലെ വീക്കിലി ഒരു ഷെയറിംഗ് നോളജ് പ്രോഗ്രാം വെക്കുക. നമുക്ക് വീക്കിലി മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ഒരു എജു സ്ലോട്ടൊക്കെ വെക്കുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും അവരുടെ എജു സ്ലോട്ട് പറയാൻ പറയാം. അപ്പോൾ ഇയാൾക്ക് പേടി മാറും, ഇവിടെ എല്ലാവരും പരസ്പരം ചെയ്യുന്നതാണ്. അതേപോലെ ഇങ്ങനെ നോളജ് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് റിവാർഡ് ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുക, അവർ അപ്രിഷ്യേറ്റ് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുക.
അപ്പോഴാണ് എന്ത് ചെയ്യുക, പീപ്പിൾ ഡിപ്പെൻഡൻറ്റ് ബിസിനസ് ഓൾവേസ് റിസ്ക് ആണ്. നമുക്കത് അറിയുന്നൊരു കാര്യമായിരിക്കും. ആ വ്യക്തിനെ നിങ്ങളുടെ കമ്പനിയിൽ നല്ല ടാലൻ്റ് ഒരാളുണ്ട്, ആ ടാലൻറ്റ് മറ്റുള്ള ആളുകളേക്ക് ഷെയർ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി ലീവായി കഴിഞ്ഞാലോ ആ വ്യക്തി പോയി കഴിഞ്ഞാലോ നിങ്ങളുടെ കമ്പനിയുടെ പെർഫോമൻസ് കുറയും. അപ്പോൾ അത്ര നല്ല കപ്പാസിറ്റിയുള്ള ആളാണ് അയാൾ ഷെയർ ചെയ്യാത്താണെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് SOP ബാക്കിയുള്ള കാര്യങ്ങൾ എജുസിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഫിക്സ് ചെയ്യാൻ പറ്റും. നാലാമത്തെ ഒരു കാറ്റഗറിയാണ് ദ മൈക്രോ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ പറയില്ല, മെയിനാകുമെന്ന് പറയില്ലേ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തടത്തൊക്കെ ഉണ്ടാവും. ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ചെക്കിങ് കാര്യം, ആവശ്യമുള്ളപ്പോൾ ആവശ്യമില്ലാത്തപ്പോഴും ചെക്ക് ചെയ്യുക, ആരും വിശ്വാസം ഉണ്ടാവില്ല, എപ്പോഴും ബാക്കിയുള്ള ആൾക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബിസിനസ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ എക്സിക്യൂഷൻ ആയിരിക്കും, അതേപോലെ തന്നെ എപ്പോഴും കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മൈക്രോ മാനേജേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടെത്തി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു പെർഫോമൻസ് ഡാഷ്ബോർഡ് ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു റൂട്ട് കോസ്. രണ്ടാമത്തെ ഫിയർ ഓഫ് മിസ്റ്റേക്ക്, എൻ്റെ താഴെ ആളുകൾ മിസ്റ്റേക്ക് സംഭവിച്ചാലോ എന്നുള്ള ആ ഒരു ഫിയർ ഓഫ് മിസ്റ്റേക്ക് ഉണ്ടാകും. സിസ്റ്റം കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന KPI ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഓരോ ആളുകളും കീ പെർഫോമൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഔട്ട്കം ബേസ്ഡ് റിവ്യൂ നടത്തുക, ക്ലിയർ ഡെലിഗേഷൻ റൂളുകൾ ഉണ്ടാക്കുക. ഓക്കെ, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യണം, ആരാണ് മാനേജ്, ഇയാൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, സൂപ്പറായിട്ട് മുന്നോട്ടുണ്ടാകും. മൈക്രോ മാനേജ്മെൻറ്റ് ഇസ് സിസ്റ്റം ഫെയിലിയർ. മൈക്രോ മാനേജ്മെൻറ്റ് അപ്പോൾ എന്തായിരിക്കും, ഒരു സിസ്റ്റം ഫെയിലിയർ ആയിട്ട് അവിടെ സംഭവിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം പറയുന്നത് ദ ഈഗോമാനിക് എന്ന് പറയും. ബിഹേവിയർ പാറ്റേൺ എന്ന് പറയുന്നത് എപ്പോഴും ഇയാൾ പറയുക, സാധാരണ ഞാൻ പിടിച്ച പോയാൽ 4 കൊമ്പെന്ന്, ഞാനാണ് ശരി, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും. ആവശ്യമില്ലാത്തതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ആൾ എടുക്കും, അയാളുടെ ടീമിൽ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അയാളായിരിക്കും എടുക്കുക. അപ്പോൾ ആളുകൾ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. എപ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇന്നോവേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, ടീം എപ്പോഴും ഡിസ്കറേജ് ആയിരിക്കും. ഇതൊക്കെയാണ് ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഈഗോമാനിയാക്കിനെ നമ്മൾ ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ടീം ബേസിൻ്റെ ഒരു സക്സസ് മെട്രിക്സ് ഉണ്ടാക്കണം നമ്മുടെ കമ്പനിയിൽ. അതില്ലെങ്കിൽ ഉണ്ടാവും, അതായത് അയാളും അയാളുടെ ടീമും കൂടെ കൊടുത്തിരിക്കുന്ന സക്സസ് മെട്രിക്, ഒരാളുടെ കപ്പാസിറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടീം എന്ത് നേടി, നിങ്ങളെന്ത് നേടിയതിനപ്പുറം നമ്മളപ്പോൾ ലീഡർഷിപ്പ് അവരെ പഠിപ്പിക്കുക. നിങ്ങൾ വിജയിക്കുമ്പോൾ അല്ല, നിങ്ങൾ ടീം വിജയിക്കുമ്പോൾ നല്ല ലീഡറെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് മെട്രിക്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ 1-2 ടീമിൻ്റെ KPI ഉണ്ടാക്കണം. അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള റോൾസും അതിൻ്റെ ബൗണ്ടറീസും ഉണ്ടാക്കി വെക്കുക. അതേപോലെ ഡോക്യുമെൻറ്റ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുക. കമ്പനിയിൽ ഏറ്റവും ഉണ്ടാകുന്ന ഇഷ്യൂസ് ആണല്ലോ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈഗോ ഗ്രോസ് വേർ മെഷർമെൻറ്റ് ഈസ് വീക്ക് എന്ന് പറയാറുണ്ട്. എവിടെയാണോ മെഷർമെൻറ്റ് വീക്ക് ആവുന്നത് അവിടെയാണ് ഈഗോ ഉണ്ടാവുക. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈഗോൻ്റെ കാര്യം ഉണ്ടാവില്ല. കാരണം എല്ലാ ആളുകൾക്കും അറിയാൻ പറ്റും അവിടെ സോപ്പിടലും പതപ്പിക്കലൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഈ മെഷർമെൻറ്റിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഓരോ ആളുകളുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ട് ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പറഞ്ഞാൽ, ഈ ആളുകളൊന്നും മോശക്കാരല്ല. ദേ ആർ നോട്ട് ബാഡ് പീപ്പിൾ. അവർ മോശക്കാരല്ല. എന്താണ് പ്രശ്നം? ദേ ആർ അൺമാനേജ്ഡ് ബിഹേവിയേഴ്സ്. അവരുടെ ബിഹേവിയേഴ്സ് അൺമാനേജ് ചെയ്യുന്നതാണ്. സിസ്റ്റം കറക്റ്റ് ബിഹേവിയേഴ്സിന് ആവശ്യമില്ല. നിങ്ങളിങ്ങനെ സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ബിഹേവിയേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാം, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 5 ഏത് റോളാണ് ഇപ്പോൾ സൈലൻ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ അങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്നത്? താഴെ കമൻറ്റ് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതേപോലുള്ള സെഷൻസ് ലഭിക്കുന്ന ഞങ്ങളുടെ മോർണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി, ടാബിൾ ടോക്കിൻ്റെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.